നമസ്കാരം. മോളിവുഡ് ടൈംസ് അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് നസ്ലൻ നായകനായിട്ടെത്തിയ ചിത്രമാണ് ഇന്ന് റിലീസായിരിക്കുകയാണ്. സിനിമ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നസ്ലന് പുറമെ ഷറഫുദ്ദീൻ, അൽതാഫ് സലീം, സംഗീത് പ്രതാപ്, ജഗദീഷ് എന്നിവർ വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു ഹൊറർ നോവലിസ്റ്റിൻ്റെ കഥ പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. ജഗദീഷാണ് ഹൊറർ നോവലിസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. വൈക്കം ഡേവിഡ് എന്നുള്ളൊരു കഥാപാത്രമാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത്. പുള്ളി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹൊറർ നോവലിസ്റ്റാണ്. പുള്ളിയുടെ മകൻ ഒരു ഹൊറർ സ്റ്റോറി എഴുതാൻ ശ്രമിക്കുന്നതും അതിൽ പരാജിതനാവുന്നതുമൊക്കെയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നീട് ഒരു ഹൊറർ നോവലിൻ്റെ ഒരു വലിയൊരു ഫാനായി ഒരു ബാലകൻ്റെ കഥയിൽ അടുത്ത കഥ തുടങ്ങുന്നു. അത് നസ്ലിൻ്റെ ചെറുപ്പകാലം ആണ് കാണിക്കുന്നത്. നസ്ലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വിനീത് മാധവൻ എന്നാണ്. വിനീത് മാധവൻ ഒരു ഹൊറർ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു യുവ പ്രതിഭയാണ്. പുള്ളിക്കാരൻ ഒരു ഹൊറർ സിനിമയൊക്കെ ചെയ്ത് ഓസ്കാറൊക്കെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുവരണമെന്നാണ് പുള്ളിയുടെ ഒരു വലിയൊരാഗ്രഹം. മനോജ് നൈറ്റ് ശ്യാമളിനെ പോലെ പുള്ളിയുടെ പേരും ഹോളിവുഡിലൊക്കെ നിറഞ്ഞു നിൽക്കണമെന്ന് ഈ വിനീത് മാധവൻ, അതായത് നസ്ലൻ, വളരെയധികം ആഗ്രഹിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാണ് കഥ മുൻപോട്ട് പോകുന്നത്. സിനിമയ്ക്കുള്ളിലെ നീരസങ്ങളും സ്വാരസ്യങ്ങളും എല്ലാം കാട്ടിക്കൊണ്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. വിനീത് മാധവന് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതിൽ പുള്ളിക്കാരന് പ്രൈസ് കിട്ടുന്നില്ല. അതിന് പകരം വേറൊരു അർജുൻ ദാസ, അങ്ങനെ അർജുൻ എന്നുള്ളൊരു വേറൊരു യുവ സംവിധായകനാണ് അതിന് അവാർഡ് കിട്ടുന്നത്. ആ റോൾ ചെയ്തിരിക്കുന്നത് സംഗീത് പ്രതാപാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു അസൂയയും സംഭവമൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. സിനിമയിൽ പുള്ളിക്ക് ഒരു വിനീത് മാധവൻ ഒരു സിനിമ എടുക്കാനൊരു ചാൻസ് കിട്ടുന്നു. പിന്നെ അതിൽ പല കാരണങ്ങളാലും അത് സിനിമ മുടങ്ങിപ്പോകുന്നു. മറുവശത്ത് സംഗീത് പ്രതാപ് ചെയ്ത അർജുൻ ദാസ് ഒരു വലിയൊരു സംവിധായകനാകുന്നു, റെപ്യൂട്ടഡ് ആയിട്ടൊരു സംവിധായകനാകുന്നു. സിനിമയുടനീളം കാണിക്കുന്നത് വിനീത് മാധവൻ ഒരു സിനിമ സംവിധാനം ചെയ്യപ്പെടുന്ന ഒരു പാഠം, സിനിമയിലോട്ട് മുന്നിലോട്ടെത്താൻ ഒരു ചെയ്യുന്ന ഒരു സ്ട്രഗിളും, ഒരു വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം കാണിക്കുന്ന ഒരു അഭിനയവും എല്ലാം നസ്ലൻ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സും പിന്നെ ജാതി റിസർവേഷൻ, അതിനെക്കുറിച്ചെല്ലാം സിനിമ പരാമർശം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ പുള്ളിക്കാരൻ ഒരു വലിയൊരു ഹൊറർ ഫാനായിട്ടാണ് കാണിക്കുന്നതിൽ. അവർ ഹൊററിലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ആകാശഗംഗ എന്നുള്ളൊരു സിനിമയെക്കുറിച്ചൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കായ ഭാർഗവി നിലയം പോലുള്ളൊരു സിനിമയുടെ പേര് കൂടെ മെൻഷൻ ചെയ്യാതെ സംവിധായകൻ ആകാശഗംഗയിലോട്ട് ഒരു മലയാളത്തിലെ ഹൊറർ ക്ലാസിക്കായിട്ട് ഒതുക്കി വെച്ചു. പിന്നെ ഇതിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ റിലീസൊക്കെ കാണിക്കുന്നുണ്ട്. 2011 ഇതിൽ കാണിക്കുന്നത്. 1997 മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ റിലീസ് ഉണ്ടായത്. അത് ഇതുപോലത്തെ ഒരു പേപ്പർ ഗ്ലാസ് കണ്ണാടി വെച്ചല്ല അന്ന് 3D കണ്ടിരുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലൂ റിയൽ 3D ഗ്ലാസ് വെച്ചായിരുന്നു അന്ന് സിനിമ കണ്ടിരുന്നത്. അത് അന്നത്തെ സ്ക്രീനൊക്കെ ചേഞ്ച് ചെയ്തൊരു സിൽവർ പേപ്പർ സ്ക്രീനായിരുന്നു അന്ന് 3D സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഡയലോഗ് ഡെലിവറിയിൽ ഒരു റെപ്പറ്റേറ്റീവ് വശം നസ്ലൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി തുടക്കം തൊട്ട് തീരും വരെ എൻ്റെ വിധി, എൻ്റെ തീരുമാനം, അതേ വോയിസ് മോഡുലേഷനിൽ തന്നെയാണ് സിനിമ തുടക്കം തൊട്ട് 2 മണിക്കൂർ 40 മിനിറ്റ് ഉടനീളം നസ്ലൻ ഇതിൽ ഡയലോഗ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. തികച്ചും അസഹനീയമായിട്ട് തോന്നി. ഒരു പരിധി വരെ ഓക്കെ ആയിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ തികച്ചും അസഹനീയമായിട്ട് തോന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്വതയില്ലാത്തൊരു തിരക്കഥയായിട്ട് തോന്നി. അഭിനവ് സുന്ദർ നായക് തന്നെയാണ് സ്ക്രീൻ പ്ലേയും റൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു പുള്ളിക്ക് മുൻകാല പുള്ളിയുടെ മുമ്പത്തെ പടമായ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഇമ്മോറൽ, അതിൽ മുകുന്ദൻ ഉണ്ണി ഒരു ഇമ്മോറൽ സൈഡുള്ളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതുമാതിരി ഇതിൽ ഒരു സിനിമ ഫീൽഡിൽ ഇമ്മോറാലിറ്റി ഉണ്ടെങ്കിൽ സിനിമയിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ടാവും. അവർക്കെല്ലാം ഒരു ഡീമോട്ടിവേഷൻ ആയിരിക്കും ഈ സിനിമ. എന്ന് വെച്ചാൽ തെറ്റായ രീതിയിലൂടെ സിനിമയിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഇതിലെ സംവിധായകൻ കാട്ടുകയാണ് ജനങ്ങളെ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സംവിധായകന് ഈ രണ്ടാമത്തെ ഒരു സിനിമ കിട്ടാനും കാരണം ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് തന്നെയാണോ, കഥ മോഷ്ടിച്ച് തന്നെയാണോ സിനിമ എടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് പുള്ളിയോട് തന്നെ ചോദിക്കും. ഒരു നനഞ്ഞൊരു സിനിമ പോലത്തെ ഒരു കണ്ട ഫീലായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് അതേ തുടർച്ച തന്നെയായിരുന്നു. ഒരിടത്തും എത്തുന്നില്ല. എൻ്റെ വിധി, എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നല്ലാതെ സിനിമയിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ 1-2 ക്യാമിയോസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ആസ്ഥാന ക്യാമിയോക്കാരന്മാരായ 1-2 നടന്മാരാണ്. സ്ഥിരം സിനിമകളിൽ ക്യാമിയോ വരുന്ന നടന്മാരാണ്. അതും വലിയൊരു
ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഹൊറർ സിനിമ സംവിധാനം ചെയ്യുന്ന സംവിധായകനെ എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു ഹൊറർ സിനിമ എത്ര മോശമായാലും നല്ലതായാലും ഹൊറർ സിനിമ കാണേണ്ടവർ ഹൊറർ സിനിമ കണ്ടിരിക്കും. അതിനൊരു ചുരുങ്ങിയ കളക്ഷൻ ഉണ്ടാവും. ഒരു ഹൊറർ സിനിമ മലയാളത്തിലെ വിധി മാറ്റപ്പെടുന്നൊക്കെ പറയുന്നത് വളരെയധികം ഊളത്തനമാണ്. ഏറ്റവും വലിയൊരു ഹൊറർ ഫാൻ എന്നുള്ള രീതിയിൽ ഒരു ഹൊറർ സിനിമയുടെ സംവിധായകനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെയധികം നിരാശാജനകമാണ്. തികച്ചും കണ്ടിരിക്കാൻ അസഹനീയമാണ്. സിനിമ നമുക്ക് ഏത് ജോണറിൽ പെടുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കോമഡിയാണോ, ഡ്രാമയാണോ, ത്രില്ലറാണോ, ഒന്നും പെടുത്താൻ പറ്റത്തില്ല. തികച്ചും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ചിലവർക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പോയി കാണുക, അഭിപ്രായം പറയുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.